ബാംഗ്ലൂർ ഫ്രിഡ്ജ് കൊലപാതക കേസിൽ ആരാണ് ആ പെൺകുട്ടിയെ ഇങ്ങനെ കൊന്നത്? എന്തിനു വേണ്ടി അവൻ അവളെ കൊന്നു? എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ള പല ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവന്നു. സെപ്റ്റംബർ 20 ബാംഗ്ലൂരിലുടനീളം ഈയൊരു വാർത്തയായിരുന്നു സെൻസേഷനായിരുന്നത്. 29-കാരിയായ മഹാലക്ഷ്മി എന്ന പെൺകുട്ടി വീട്ടിലെ ഫ്രിഡ്ജിനുള്ളിൽ 59 കഷ്ണങ്ങളായി വെട്ടപ്പെട്ട അവസ്ഥയിൽ കണ്ടെത്തി. ആരാണ് ആദ്യം കണ്ടത്? പിന്നെ ആ ക്രൈം സീൻ എങ്ങനെയായിരുന്നു എന്നുള്ളതെല്ലാം ആദ്യ ഭാഗത്തിൽ വിശദമായി തന്നെ നമ്മൾ അറിഞ്ഞതാണ്. കൂടാതെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത ആ ക്രൈം സീൻ ഫൂട്ടേജ് എല്ലാം നമ്മുടെ ടെലഗ്രാം വാട്സ്ആപ്പ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ, കാണണം എന്ന താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം നിങ്ങൾക്കത് പരിശോധിക്കാം. പക്ഷേ കാണുന്നതിന് മുൻപ് ഞാനൊരു മുന്നറിയിപ്പ് നൽകാം. അത് വളരെ വളരെ അസ്വസ്ഥമായിരിക്കും. ആരാണ് മഹാലക്ഷ്മിയെ കൊന്നത്? എപ്പോ? എന്തിനു വേണ്ടി കൊന്നു? എങ്ങനെ കൊന്നു? എന്തെല്ലാം പദ്ധതിയിട്ടു എന്നുള്ള പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് വിശദമായി അറിയാം. ഈയൊരു കേസിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് ആദ്യം സംശയിച്ചത് മഹാലക്ഷ്മിയുടെ ഭർത്താവായ ഹേമന്തിനെയാണ്. എന്നാൽ ഹേമന്തിനെ അന്വേഷിച്ച ശേഷം അവനും അവന്റെ ഭാര്യ മഹാലക്ഷ്മിക്കും ഇടയിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു, ഭാര്യയും അഷ്റഫ് എന്ന വ്യക്തിക്കും ഇടയിലുണ്ടായിരുന്ന ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു, സംഭവം നടന്ന സ്ഥലത്ത് ഭർത്താവ് മറ്റൊരു സ്ഥലത്തായിരുന്നു, ഇവർ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാതെ മഹാലക്ഷ്മി ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ പോലീസ് ഹേമന്തിനും ഈയൊരു കൊലപാതകത്തിനും യാതൊരു ബന്ധവുമില്ല എന്ന് തീരുമാനിച്ചു. സംശയാസ്പദമായ ലിസ്റ്റിൽ നിന്നും അയാളെ നീക്കം ചെയ്തു. അതിനാൽ പോലീസ് വിചാരിച്ചത് തീർച്ചയായും ഹേമന്ത് പറഞ്ഞ അഷ്റഫ് ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. അവനെ പിടികൂടിയാൽ എല്ലാം അറിയാൻ കഴിയുമെന്ന് കരുതിയ പോലീസ് അവൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് കണ്ടെത്തുകയും അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ അവസാന 20 ദിവസമായി അവന്റെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ, അവന്റെ കോൾ റെക്കോർഡ്സ് എല്ലാം പരിശോധിച്ചു. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മഹാലക്ഷ്മിയുടെ വീടിനടുത്തുള്ള ഒരു CCTVയിൽ നിന്നും പോലീസ് വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യം കണ്ടെത്തി. അതിൽ സെപ്റ്റംബർ 2 രാത്രി, അതായത് മഹാലക്ഷ്മിയെ ഫ്രിഡ്ജിനുള്ളിൽ കണ്ടെത്തുന്നതിന് കറക്റ്റ് ഒരു 20 ദിവസം മുൻപ് 2 പേർ അവളുടെ വീടിന് അടുത്ത് വന്നതായി കണ്ടെത്തി. പക്ഷേ ഒരു 2 പേർ വന്നു എന്നുള്ളത് മാത്രമേ അറിയാവൂ. അവരുടെ മുഖമൊന്നും വ്യക്തമായില്ല. അവർ ആരാണെന്നുള്ളത് പോലീസിന് മനസ്സിലായില്ല. പക്ഷേ അത് ഹേമന്തോ അഷ്റഫോ അല്ല എന്ന് പോലീസിന് മനസ്സിലായി. അപ്പോ ഹേമന്ത്, അഷ്റഫ് ഇവർ 2 പേരും കൊന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ഇതിലുണ്ടാകും എന്ന് കരുതിയ പോലീസ് അവരുടെ അടുത്തഘട്ട അന്വേഷണം ആരംഭിച്ചു. മൊത്തം പോലീസ് 64 പേരെ അന്വേഷിച്ചു. അതിൽ 8 പേരെ സംശയാസ്പദമായ പട്ടികയിൽ കൊണ്ടുവന്നു. അതേസമയം ഞാൻ ആദ്യ വീഡിയോയുടെ അവസാനത്തിൽ പറഞ്ഞിരുന്നു പോലീസ് മഹാലക്ഷ്മി ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ചെന്നും അന്വേഷിച്ചുവെന്ന്. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് മഹാലക്ഷ്മി ജോലിക്ക് വരാത്ത അതേ തീയതി മുതൽ മറ്റൊരാളും ജോലിക്ക് വന്നിട്ടില്ല എന്ന് അവർ കണ്ടെത്തി. ഇത് പോലീസിന് ഒരു സംശയം തോന്നിപ്പിച്ചു. തുടർന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അവന്റെ പേരാണ് മുക്തിരഞ്ജൻ. അവൻ എവിടെയാണ് എന്ന് തിരയുമ്പോൾ അവന്റെ അവസാന മൊബൈൽ ലൊക്കേഷൻ പശ്ചിമ ബംഗാളിലായിരുന്നു. അതിനുശേഷം സ്വിച്ച് ഓഫ് ആയി. അതേസമയം പോലീസിന് മുക്തിരഞ്ജന്റെ സഹോദരന്റെ മൊബൈൽ നമ്പർ ലഭിച്ചു. അങ്ങനെ ഒരു പോലീസ് സംഘം സഹോദരനോട് സംസാരിച്ചു. അതിലൂടെ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന ലഭിച്ചു. മുക്തിരഞ്ജന്റെ സഹോദരൻ പറഞ്ഞത്, മുക്തിരഞ്ജൻ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് എനിക്ക് ഫോൺ വിളിച്ചിരുന്നു. അവൻ ഇപ്പോ താമസിക്കുന്ന സ്ഥലം കാലിയാക്കി മറ്റൊരിടത്തേക്ക് പോകണം എന്നവൻ പറഞ്ഞിരുന്നു. അതിന് എന്താണ് പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചു. അത് ഫോണിൽ പറയാനാകില്ല എന്നും നേരിട്ട് പറയാമെന്നും അവൻ എന്നോട് പറഞ്ഞു. അവസാനമായി അവൻ ഒഡീസയിലുള്ള ഒരു ചെറിയ വില്ലേജിൽ ഉണ്ടെന്ന് കണ്ടെത്തി. ബാംഗ്ലൂരിൽ നിന്നും ഒരു പോലീസ് ടീം അവിടെ പോയി. പക്ഷേ സെപ്റ്റംബർ 25 ഒഡീസയിലുള്ള അവന്റെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറിയുള്ള സെമിത്തേരിയിൽ മരത്തിൽ തൂങ്ങി മരിച്ച അവസ്ഥയിൽ അവനെ കണ്ടെത്തി. മുക്തിരഞ്ജൻ ആത്മഹത്യ ചെയ്തതായി അറിയാൻ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ അവൻ മരിച്ചു വൈകുന്നേരം വരെയും ഒഡീസ പോലീസിന് അവൻ ബാംഗ്ലൂരിൽ ഇത്തരം ഒരു കൊലപാതകം നടത്തിയതായി പോലും അറിയില്ലായിരുന്നു. അയാളെക്കുറിച്ച് അന്വേഷിക്കാൻ ബാംഗ്ലൂർ പോലീസ് ഒഡീസ പോലീസുമായി സംസാരിച്ചപ്പോഴാണ് അയാൾ ഇങ്ങനെ ഒരു കൊലപാതക പ്രതിയാണെന്ന് പോലും മനസ്സിലായത്. തുടർന്ന് പോലീസ് അവന്റെ മാതാപിതാക്കളെയും സഹോദരനെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്താണ് സംഭവിച്ചത്? അവൻ എപ്പോഴാണ് വീട്ടിൽ വന്നത്?
എന്തുകൊണ്ട് അവൻ ഇങ്ങനെയെല്ലാം ചെയ്തു? ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ആ അന്വേഷണത്തിൽ കിട്ടിയ വിശദാംശങ്ങളിലൂടെ മുക്തിരഞ്ജൻ മരിക്കുന്നതിന് മുൻപ് ഒരു കത്തെഴുതിയിരുന്നു. അത് അവന്റെ ഡയറിയിൽ നിന്നും കണ്ടെത്തി. അതിലെ വിശദാംശങ്ങളെല്ലാം വച്ചുകൊണ്ട് അവൻ എന്തുകൊണ്ട് മഹാലക്ഷ്മിയെ കൊന്നുവെന്നുള്ള പല ഞെട്ടിപ്പിക്കുന്ന വിവരം പോലീസിന് ലഭിച്ചു. മുക്തിരഞ്ജന്റെ അമ്മ പറഞ്ഞത്, എനിക്ക് 3 മക്കളുണ്ട്. മുക്തിരഞ്ജനാണ് അവസാനത്തെ മകൻ. കഴിഞ്ഞ 2 വർഷമായി അവൻ വീട്ടിൽ വന്നിട്ടില്ല. പക്ഷേ പെട്ടെന്ന് സെപ്റ്റംബർ മാസം 24, അതായത് അവൻ മരിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസം രാത്രി ഏകദേശം 10 മണിയോടുകൂടി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോ തന്നെ അവൻ വല്ലാത്ത ടെൻഷനിലായിരുന്നു. അവൻ വീടിനുള്ളിൽ വന്നപ്പോൾ എന്നോട് ചായ ചോദിച്ചു. കുറച്ചു മിനിറ്റിനുള്ളിൽ അവൻ വിശക്കുന്നുവെന്നും ഭക്ഷണം തരാനും ആവശ്യപ്പെട്ടു. ഭക്ഷണം കഴിച്ച് അവൻ രാത്രി മുഴുവനും വീട്ടിൽ തന്നെ ആയിരുന്നു. പക്ഷെ അവൻ എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നു. പുലർച്ചെ ഒരു 4 മണിയോടുകൂടി അവൻ പെട്ടെന്ന് ഉണർന്നു. അവൻ അവന്റെ ലാപ്ടോപ്പ്, മോതിരം, ചെയിൻ എല്ലാം എടുത്തുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങിയെന്ന് ഒരു ലേഖനത്തിൽ കൊടുത്തിരുന്നു. പക്ഷേ ഇന്ത്യ ടുഡേയിൽ പറഞ്ഞിരുന്നത് അവൻ കരഞ്ഞുകൊണ്ട് നടന്ന സംഭവങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. മഹാലക്ഷ്മിക്ക് വേണ്ടി താൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷെ അവൾ എന്നെ അങ്ങനെയല്ല കണ്ടത് എന്ന് ആ ഒരു ലേഖനത്തിൽ കൊടുത്തിരുന്നു. ഈ സമയം മുക്തിരഞ്ജന്റെ സഹോദരനായ സത്യരഞ്ജൻ പോലീസിനോട് പറഞ്ഞത്, മഹാലക്ഷ്മി കൊല്ലപ്പെടുന്നതിന് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് അവൻ എന്റെ അടുത്ത് വന്നിരുന്നു. ബർഹാംപൂരിൽ 10-15 ദിവസം വരെയും അവൻ എന്നോടൊപ്പം താമസിച്ചു. ആ സമയത്ത് അവൻ എന്നോട് ചില കാര്യം പറഞ്ഞു. എനിക്ക് നല്ല ഭയം തോന്നുന്നു. ദേഷ്യത്തിൽ ഞാൻ അവളെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്ക് ഭയമുണ്ട് എന്നോട് പറഞ്ഞിരുന്നു. അതായത് മുക്തിരഞ്ജനും മഹാലക്ഷ്മിയും ബൈക്കിൽ കേരളത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോ പെട്ടെന്ന് മഹാലക്ഷ്മി ബൈക്കിൽ നിന്നും താഴെ ഇറങ്ങുകയും റോഡിന് നടുവിൽ ചെന്ന് നിന്ന് അവളെ തട്ടിക്കൊണ്ടുപോകുന്നുവെന്ന് പറഞ്ഞ് നിലവിളിച്ചു. അപ്പോ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ മുക്തിരഞ്ജനെ മർദ്ദിച്ചു. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ഏൽപ്പിച്ചു. അതിനുശേഷം 1000 രൂപ പിഴയടച്ച് കേരള പോലീസ് സ്റ്റേഷനിൽ നിന്നും അവൻ പുറത്തിറങ്ങി. ഇങ്ങനെയെല്ലാം സംഭവിച്ചിരുന്നുവെന്ന് അവന്റെ സഹോദരൻ പോലീസിനോട് പറഞ്ഞു. കൂടാതെ മഹാലക്ഷ്മിയുടെ സഹോദരനും മുക്തിരഞ്ജനെ ഒരുപാട് തവണ മർദ്ദിച്ചിട്ടുണ്ട്. എന്റെ ചേച്ചി പറയുന്നത് നീ കേൾക്കണം. അങ്ങനെ കേട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ കൊല്ലും എന്ന് പോലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. മഹാലക്ഷ്മിയും എന്റെ സഹോദരനായ മുക്തിരഞ്ജനെ പല തവണ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്നും പറഞ്ഞു. യഥാർത്ഥത്തിൽ അവർക്കിടയിൽ എന്താണ് പ്രശ്നം എന്ന് നോക്കിയാൽ മഹാലക്ഷ്മിയും മുക്തിരഞ്ജനും അവർ ജോലി ചെയ്യുന്ന മാളിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. ഇരുവരും മാളിലെ ഒരേ തുണിക്കടയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. ആദ്യം സൗഹൃദത്തിൽ തുടങ്ങി പ്രണയത്തിലേക്ക് വഴിമാറി. ഇരുവരും പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങി. എന്നാൽ അതേസമയം മഹാലക്ഷ്മി ഹേമന്തിനെ വിവാഹം കഴിക്കുകയും അവർക്കൊരു കുട്ടിയും ഉണ്ടായിരുന്നു. ശരി, അപ്പോ ഈ അഷ്റഫിന്റെ കാര്യം വന്നല്ലോ, അതിനെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കതിലേക്ക് വരാം. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് മഹാലക്ഷ്മി മുക്തിരഞ്ജനോട് തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ നീ എന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന് പോലീസിൽ പരാതിപ്പെടുമെന്നും ഭീഷണിപ്പെടുത്തി. ഇരുവരും ഈയൊരു കാര്യം പറഞ്ഞ് ഇടയ്ക്കിടെ വഴക്കിടാൻ തുടങ്ങി. മഹാലക്ഷ്മിയുടെ വീടിന് മുൻപിൽ പോലും ഇക്കാര്യത്തിൽ ഇവർക്കിടയിൽ വഴക്കുണ്ടായി. ഇത് സംബന്ധിച്ച് മല്ലേശ്വരം പോലീസ് സ്റ്റേഷനിലും ഒരു പരാതി നൽകിയതായി ലോക്കൽ പോലീസ് ഓഫീസർ പറഞ്ഞു. ഇങ്ങനെ ഒരു സമയത്താണ് സംഭവം നടന്ന അന്നത്തെ ദിവസം എത്തി. സെപ്റ്റംബർ 3 രാത്രി മുക്തിരഞ്ജൻ മഹാലക്ഷ്മിയുടെ വീട്ടിൽ വന്നതായി പറയപ്പെടുന്നു. പതിവ് പോലെ അവർ തമ്മിൽ തർക്കം തുടങ്ങി. മഹാലക്ഷ്മി തന്നെ വിവാഹം കഴിക്കണമെന്ന് അവനെ നിർബന്ധിക്കാൻ തുടങ്ങി. പക്ഷേ അവൾ ഇതിനകം വിവാഹിതയാണെന്നും ഒരു കുട്ടിയുണ്ടെന്നും അഷ്റഫ് എന്ന വ്യക്തിയുമായുള്ള ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് കാരണമാണ് ഇവർ തമ്മിൽ വേർപിരിഞ്ഞ് ജീവിക്കാനുള്ള കാരണമെന്നും, കൂടാതെ മഹാലക്ഷ്മി പല പുരുഷന്മാരുമായിരിക്കുന്ന ഫോട്ടോസ് അവളുടെ ഫോണിൽ നിന്നും തന്നെ അവൻ കണ്ടെത്തി. ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ മുക്തിരഞ്ജൻ ഇതുപോലെ ഒരുപാട് ബന്ധങ്ങൾ അവൾക്കുണ്ടെന്ന് സംശയിച്ച് അവളെ വിവാഹം കഴിക്കാൻ നിഷേധിച്ചു. അങ്ങനെ ആ രാത്രി അവർക്കിടയിൽ വഴക്കുണ്ടായി. അതൊരു വാക്ക് തർക്കത്തിലേക്ക് മാറി. കയ്യേറ്റത്തിലേക്ക് എത്തുകയും മുക്തിരഞ്ജൻ ദേഷ്യത്തിൽ അവളുടെ തലയിൽ അടിച്ചിട്ടുണ്ടാകും എന്നും പറയുന്നു. ദേഷ്യം വന്ന് അങ്ങനെ ചെയ്തവൻ അന്ന് രാത്രി മുഴുവനും മഹാലക്ഷ്മിയുടെ ഡെഡ് ബോഡിക്ക് അരികിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ശരീരം എങ്ങനെ മറവ് ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. കൂടാതെ അവൻ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യാൻ ഒരുപാട് വീഡിയോ തിരഞ്ഞു നോക്കി. ഇപ്പോ പിറ്റേ ദിവസം രാവിലെ, അതായത് സെപ്റ്റംബർ മാസം 4-ാം തീയതി ഏകദേശം 11 മണിയോടെ മല്ലേശ്വരത്തെ കടയിൽ അവൻ പോയി. കശാപ്പ് കടയിൽ നിന്നും മാംസം വെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു കത്തി വാങ്ങുകയും ആ കടയിൽ നിന്നും പുറത്തേക്ക് വരികയും ചെയ്തു. ആ കത്തി പൊതിഞ്ഞിരുന്ന കവർ മാത്രം അവൻ എറിഞ്ഞു കളഞ്ഞത് CCTV ക്യാമറയിൽ നന്നായി കാണാം. അതിനുശേഷം അവൻ വീട്ടിലെത്തുകയും മഹാലക്ഷ്മിയുടെ ഡെഡ് ബോഡി കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ വെച്ചു. തുടർന്ന് അവൻ തന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. അവിടെ നിന്നും രക്ഷപ്പെട്ടു. അങ്ങനെ മഹാലക്ഷ്മിയുടെ ശരീരം 59 കഷ്ണങ്ങളായി 18 ദിവസത്തോളം അതേ ഫ്രിഡ്ജിൽ തന്നെ ഉണ്ടായിരുന്നു.
ഇത് കഴിഞ്ഞാണ് നമ്മൾ ആദ്യ വീഡിയോയിൽ കണ്ടതുപോലെ എല്ലാം സംഭവിക്കാൻ തുടങ്ങിയത്. അതുപോലെ മുക്തിരഞ്ജൻ മരിക്കുന്നതിന് മുൻപ് എഴുതിയ ആ കത്തിൽ പറഞ്ഞിരുന്നത്, അതെ, ഞാനാണ് ചെയ്തത്, ഞാൻ തന്നെയാണ് അവളെ കൊന്നത്. തുടർന്ന് എന്നെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. എന്നോട് തുടർന്ന് പണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിനു ശേഷം എനിക്കത് സഹിക്കാനേ കഴിഞ്ഞില്ല. അന്ന് രാത്രി ഉണ്ടായ വഴക്കിനിടയിൽ അവൾ എന്നെ അടിച്ചു. എനിക്കതിൽ വല്ലാത്ത ദേഷ്യമായി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എന്നെഴുതിയിരുന്നു. ഇപ്പൊ പോലീസ് മുക്തിരഞ്ജന്റെ ലാപ്ടോപ്പ് റിക്കവർ ചെയ്യാൻ ഒഡീസ പോലീസിനോട് സഹായം തേടി. ഒരുപക്ഷെ അതിൽ നിന്നും എന്തെങ്കിലും എവിഡൻസ് ലഭിക്കാം. അത് വീണ്ടും ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇതിലെ പ്രധാന പ്രതിയായ മുക്തിരഞ്ജൻ മരിച്ചതുകൊണ്ട് ഇതിൽ അഷ്റഫ്, മഹാലക്ഷ്മിയുടെ സഹോദരൻ, ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള രീതിയിലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് ഉണ്ടായ ദേഷ്യം കാരണം അത് എവിടെ ചെന്ന് അവസാനിച്ചുവെന്ന് നിങ്ങൾ തന്നെ കാണുക. അതുപോലെ തെറ്റായ ജീവിതശൈലി എപ്പോഴായാലും അപകടത്തിൽ കലാശിക്കും. അതിനാൽ നിങ്ങൾ ഈ ഒരു കേസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? മഹാലക്ഷ്മി, മുക്തിരഞ്ജൻ, ഇവരെ രണ്ടുപേരെ കുറിച്ചുള്ള അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.